ചരിത്രത്തിൻ്റെ താളുകളിൽ ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ദാവൂദ് എന്ന ഒരു ബാലനുണ്ടായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും ഇളയവൻ. ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ ആട്ടിടയൻ. പക്ഷേ അവൻ്റെ ഹൃദയം അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് നിർഭരമായിരുന്നു. പച്ചപിടിച്ച താഴ്വാരകളിൽ ആടുകളെ മേയ്ക്കുന്ന ദാവൂദ് കയ്യിലൊരു വടിയും ചെറിയൊരു കവിണയും അവൻ്റെ പക്കലുണ്ട്. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ചുറ്റുമുള്ള മലനിരകളും പക്ഷികളും അദ്ദേഹത്തോടൊപ്പം തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ ജനത വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ജാലൂത്ത് എന്ന അതികായനായൊരു സേനാനായകൻ അവരെ അടിച്ചമർത്തുകയും അവരുടെ വിശുദ്ധ പേടകം തട്ടിയെടുക്കുകയും ചെയ്തു. താലൂത്ത് രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ചെറിയൊരു സൈന്യം ജാലൂത്തിൻ്റെ കൂറ്റൻ സൈന്യത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നു. ആ സൈന്യത്തിൽ തൻ്റെ സഹോദരന്മാർക്കൊപ്പം 18 വയസ്സുകാരനായ ദാവൂദുമുണ്ട്. ജാലൂത്ത്, ഇസ്രായേൽ ജനങ്ങളെ, എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ള ആരെങ്കിലും നിങ്ങളിലുണ്ടോ? ആരും മുന്നോട്ട് വരാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോഴാണ് പടച്ചട്ടയോ വലിയ ആയുധങ്ങളോ ഇല്ലാതെ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നത്. സാക്ഷാൽ ദാവൂദ്. നീ വാളും പരിചയുമാണ് ഉപയോഗിക്കുന്നത്, ഞാനോ എൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസവും ഈ ചെറിയ കവിണയുമാണ് എൻ്റെ ആയുധം. ദാവൂദ് തൻ്റെ കവിണയിൽ ഒരു കല്ല് വെച്ച് അമിത വേഗത്തിൽ ജാലൂത്തിന് നേരെ എറിയുന്നു. ആ കല്ല് കൃത്യമായി ജാലൂത്തിൻ്റെ നെറ്റിയിൽ പതിക്കുകയും ആ കൂറ്റൻ പോരാളി നിലം പതിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് അദ്ഭുത വിജയം കൈവരിക്കുന്നു. ജാലൂത്തിനെ പരാജയപ്പെടുത്തിയ ദാവൂദ് പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറി. കാലക്രമേണ അദ്ദേഹം കേവലം ഒരു പോരാളിയിൽ നിന്ന് ഇസ്രായേൽ ജനതയുടെ രാജാവായി അവരോധിക്കപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വവും വേദവും നൽകി അനുഗ്രഹിച്ചു. രാജസിംഹാസനത്തിലിരിക്കുന്ന ദാവൂദ് അലൈഹിസ്സലാം ദരിദ്രർക്കും അനാഥർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു ഉത്തമ ഭരണാധികാരി. അദ്ദേഹം ഒരിക്കലും തൻ്റെ അഹങ്കാരത്തിൽ ആളുകളോട് സമീപിച്ചിരുന്നില്ല. അള്ളാഹു ദാവൂദ് നബിക്ക് നിരവധി അദ്ഭുത സിദ്ധികൾ നൽകി അനുഗ്രഹിച്ചിരുന്നു. സബൂർ പാരായണം ചെയ്യുമ്പോൾ മൃഗങ്ങൾ പോലും അത് കേൾക്കാൻ തടിച്ചുകൂടുമായിരുന്നു. കൂടാതെ ലോകത്തിലാദ്യമായി ഇരുമ്പ് ഉരുക്കി പടച്ചട്ട ഉണ്ടാക്കാനുള്ള വിദ്യയും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഒരു വലിയ രാജാവായിരുന്നിട്ടും സ്വന്തം അധ്വാനത്തിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഉപജീവനം കണ്ടെത്തിയിരുന്നത്. പ്രവാചകന്മാർക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം ദാവൂദ് അലൈഹിസ്സലാം ആരാധനയിലായിരിക്കെ 2 പേർ തർക്കവുമായി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. ആദ്യ പരാതിക്കാരൻ ദാവൂദ് നബിയോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സഹോദരന് 99 ആടുകളുണ്ട്, എനിക്ക് ഒരെണ്ണവും. എന്നിട്ടും അവൻ എൻ്റെ ഒരേ ഒരു ആടിനെ കൂടി ചോദിക്കുകയാണ്. മറുഭാഗം കേൾക്കാതെ ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്ന് പരാതിക്കാരന് അനുകൂലമായി ഒരു വിധി പറയുന്നു. എന്നാൽ ഇതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഭരണാധികാരി ആയിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ സമയം കൃത്യമായി വിഭജിച്ചിരുന്നു. ജനങ്ങൾക്ക് നീതി നൽകാനും അവരെ ഉപദേശിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. രാത്രികളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം
അവർക്ക് മാതൃകയായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചിരുന്നു. ദാവൂദ് നബിയുടെ ആ നോമ്പാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒരു സാധാരണ ആട്ടിടയനിൽ നിന്ന് ജാലൂത്തിനെ പരാജയപ്പെടുത്തിയ വീരനായകനായി, ജനങ്ങളെ നേർവഴിക്ക് നയിച്ച പ്രവാചകനായി, നീതിമാനായ രാജാവായി ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതം സഫലമാക്കി. ആ വിശ്വാസത്തിൻ്റെ കരുത്താണ് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം.